നമ്മളെ ബ്ലാക്ക് ലീഫ് ഇതവിടെയൊക്കെ ബ്ലാക്ക് ലീഫ് നമ്മളൊക്കെ ഏറ്റവും ചെറുത് 1000 രൂപ മുതലാട്ടാ. ബ്ലാക്ക് ലീഫ് ന്യൂഗ്രിസ് എന്നൊക്കെ പറഞ്ഞ സാധനം. ബ്ലാക്ക് ലീഫിന്റെ സീസൺ എപ്പോഴാ? സീസൺ നമുക്ക് ഇപ്പോൾ സീസണായി, ഇപ്പോൾ ആയി തുടങ്ങി. ഡയമണ്ട് ഡോർ ഇത് മോഡൽ വരുന്നതിന് നമ്മളെ എഡോ സ്റ്റാറിൻ്റെ ഒക്കെ മാതിരി ഇപ്പോൾ സീസൺ ഇനിയിപ്പോൾ ആയി ശരിക്ക്. പൂവൊക്കെ ഉണ്ടല്ലേ? അരച്ച് പൂവിനതാ ഫുള്ള് വലിയ വലിയ തൈകളൊക്കെ അതാ. അതിൻ്റെ അപ്പുറത്തൊക്കെ അതാ. ഇവിടെ ഇങ്ങോട്ട് നോക്കാം, ഒന്ന് ഇതിൽ ഇങ്ങോട്ട് ആയിട്ട് ഫ്ലവർ ഉണ്ട്. അതാണ് ബ്ലാക്ക് ലീഫിൻ്റെ പ്രത്യേകത. ഫ്ലവറാണ്, കണ്ടില്ല അങ്ങോട്ട് കാണുന്നുണ്ടോ? നല്ല എല്ലാം കായ പിടിക്കും. അതേമാതിരി പിടിക്കും എഡോ സ്റ്റാർ കേട്ടാ. എഡോയില് വേറെ കുറേ ഓരോരുത്തർ ഇറക്കിയിട്ടുണ്ട്. ആ എഡോ നമ്മളറിയാം. നമ്മളത് കറക്റ്റ് നമുക്കൊരു കൊല്ലം കഴിഞ്ഞോട് കൂടി റിസൾട്ട് കേട്ടോ. എഡോ സ്റ്റാർ ഒരു കൊല്ലം കഴിഞ്ഞാൽ എഡോ സ്റ്റാർ. പിന്നെ അതേമാതിരി ഈ വൈറ്റ് ലോങ്ങിന് ഫോർസിനൊക്കെ എടുക്കുമ്പോൾ കുറച്ച് നല്ല തയ്യമ ചെയ്തെടുത്താൽ പറ്റ ചെറിയ 600-ൻ്റെ എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ 600-400 പ്രശ്നം വെച്ചാൽ ചെറിയ ഇറുക്കിലുമായി തയ്യ കയറാം. അതേമ ചെയ്ത് ബെഡ് ഇങ്ങനെ മൊരിച്ച് കയറാം. ആ സ്ഥാനത്ത് കുറച്ച് നല്ല തൈ ആദ്യം നല്ല ഗ്രോത്തുള്ള നല്ല തൈമ എടുത്താൽ 800-900 നോക്കി കാര്യമില്ല, 200-300 കൂടുള്ളൂ. അതിന് വേണ്ടി പറ്റ കുറഞ്ഞ് നോക്കുമ്പോൾ സാധനപ്പനുസരിച്ചുള്ള മാറ്റം വരും, മുരടിപ്പട കാണും. നമ്മളെ ഫോർത്തീസ് ഇപ്പോൾ കട്ട് ചെയ്ത് കാണ്ട് ഇപ്പം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഫ്ലവർ കായ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഫുള്ള് ഫ്ലവറാണ്. ഫോർ സീസൺ എന്ന് പറഞ്ഞാൽ സീസൺ ഇല്ലാതെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ നോക്കിയതിപ്പോൾ നമുക്ക് ഈ വ്യവസായാടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല എഡോ സ്റ്റാറും ബ്ലാക്ക് ലീഫും. ഫില്ലോങ്ങൻ എന്ന് പറയുന്നത് ഇപ്പോൾ അത് കുലില്ലാത്താണ് പറയുന്നത്, സീഡ്ലെസ് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് മദർ പ്ലാന്റ് നിർത്തിയിട്ട് നമ്മൾ കായ്ച്ചിട്ടേ പിന്നെ കൂടുതൽ നമ്മളതിനൊക്കെ ചെയ്യുള്ളൂ. മറ്റേ നമ്മളിപ്പോൾ ഇതിന് മുന്നേ ഇറങ്ങിയ 2 കൊല്ലം മുന്നേ ഇറക്കിയ നമ്മൾ ആ സീഡ്ലെസ്സും അങ്ങനെ തന്നെ ഇപ്പോൾ കായുണ്ട്. ഇനി കായ എത്രത്തോളം ആയി എന്നൊക്കെ നമുക്ക് കൊടുത്ത സീഡ്ലെസ് ഓക്കെ എന്നൊക്കെ വരുത്തിയിട്ടേ ബാക്കി നമ്മളെല്ലാം ഇത് ചെയ്യുള്ളൂ കേട്ടോ. മരമുന്തിരൊക്കെ കിളിയാളേ ഫുള്ള് കിളിയാൾ നാശാക്കിക്കും. ഭാഗം ഇറക്കിയിട്ട് നോൽമ്പ് ആയതുകൊണ്ട് തന്നെ കോട്ടൂർക്കോണൊക്കെ അതായത് വലുതാണെങ്കിൽ 700 ഉള്ളൂ. മാങ്ങളിലൊക്കെ അത് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. കൊട്ടൂർക്കോണം ഉണ്ടല്ലേ? കൊട്ടൂർക്കോണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ രസമുള്ള മാങ്ങൊന്നല്ല കേട്ടോ. നമ്മൾ ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് എല്ലാം പോകുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും സാധനം പറ്റൂല കേട്ടോ. നമ്മളെ കോമാങ്ങൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുള്ളൂ കൊട്ടൂർക്കോണം. അപ്പോൾ സീറ്റമ്പയനുണ്ട്, 500 തജ്ജാണ്. അല്ല സോറി 500 അല്ല, 250-ൻ്റെ ഇതാണ്. ഓ അല്ല മതി കേട്ടോ, ചണ്ടില്ല. പിന്നെ ഇതാണ് നമ്മൾ ഉമ്മർചാമ്പ. ഈ കവർ ഇടാനെന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഒരു കൂട്ടം നമ്മളിപ്പോൾ കവർ ഇട്ട് വെച്ചതാണ്, കണ്ടില്ലേ? ഇനിയിപ്പോൾ കവറിനകത്ത് കണ്ടില്ല, ഇത് കിളിയാൾ ഇങ്ങനെ ബന്ധുക്കാണ്ട് കൊത്തിക്കൊണ്ടൊക്കെ ഇതുണ്ടോ. ഇതിപ്പോൾ എത്രങ്ങാനും ഇപ്പോൾ 2 ദിവസം കൊണ്ട് ചാടിയാണ് ഇത്, കണ്ടില്ല? ഇങ്ങനെ ചാടും. അപ്പോൾ മൊത്തത്തിൽ ചാടും. അതിന് കുറച്ചൊക്കെ നമ്മൾ കവറിടുക. എല്ലാത്തിനും കവറിടാൻ കഴിയില്ല, വലിയ മരമായാൽ കഴിയൂല. ആവണുള്ളൂ കേട്ടോ. അത് നമുക്കൊരു മാസം കൂടി കഴിച്ചണം. ഇപ്പം നമുക്കിപ്പോൾ ഈ ബാക്കിപ്പോൾ ഈ പിടിച്ചില്ലേ, ഈ 3 ഉള്ളൂ. ഇങ്ങനെ പിടിച്ചത് ഇവിടെക്കതാ. ഇത് ചെറിയൊരു കൊമ്പ് ഉമ്മറുള്ളൂ കേട്ടോ. ചെറിയൊരു കൊമ്പ് ഇവിടെ എന്നാൽ തന്നെ ഇവിടെ ഇതാ നമ്മൾ ഈ പടുവേര് അന്ന് സെൻട്രിങ്ങേര് കട്ട് ചെയ്ത് അത്രയും ഈ ഒരു കൊമ്പാണ് ഇപ്പോൾ ഉമ്മറുള്ളത്. ഉമ്മർച്ചാമ്പാണ്, തായ്ലാൻഡ് റെഡ് എന്ന സാധനം. അതന്നെ സെൻട്രിങ്ങേരും പടുവേരും പൊട്ടിച്ചിൻ്റെ ബാക്കി ഇപ്പോൾ ഒരു ചെറിയൊരു കൊമ്പുള്ളതാണ് അവിടെ. മറ്റേതൊക്കെ ഗ്രീനാണ്, ഇത് ദൽഹരിയാണ്. അങ്ങനെ ഓരോന്ന് വരുന്നുള്ളതാണ്. ഒരു മരത്തുമ്മ കുറേ ഉണ്ടല്ലേ, പല പല ബഡ് ചെയ്താണ്. പാകിസ്ഥാൻ മൾബറി 250 ഒരു സ്പെഷ്യൽ ഓഫർ നിലക്ക് വേണമെങ്കിൽ 200 ആക്കാം കേട്ടോ. 200 രൂപ പാകിസ്ഥാൻ മൾബറി. ഈ മൾബറിക്കൊക്കെ എന്താ വെച്ചാൽ നല്ല വെയിലും വേണം. മൾബറിക്ക് നിലത്ത് വെക്കുമ്പോൾ കായ്ക്കാൻ പ്രയാസമാണ്. ചട്ടിയിൽ വെക്കേണ്ട സാധനമാണ് മൾബറിയൊക്കെ. പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇല പിച്ചിക്കൊണ്ടേയിരിക്കണം. ഭഗവ അനാറ് സൂപ്പർ ഭഗവ 100 രൂപ നല്ല തയ്യെത്തിയത്. അതിൻ്റെ അപ്പുറത്തെ വെരികര് മുസമ്പി 250 രൂപ. പിടിച്ചു കൊല കുത്തി കാഴ്ച അറിയില്ലേ. ഓവർ നമ്മൾ നിർത്തിയില്ല. അത് ഓവർ നിർത്തിയാൽ എന്താ വെച്ചാൽ അത് കൊമ്പ് തന്നെ ഇപ്പോൾ 4 മാങ്ങ ആയപ്പോൾ തന്നെ നിർത്തി താങ്ങാൻ കഴിഞ്ഞില്ല. 5 2 പൊട്ടിച്ചാണ് പിന്നെ കേട്ടോ നിർത്തിയത്. സംബന്ധി എടുക്കാനൊക്കെ ആയിട്ട് അവിടെയൊക്കെ അതാ കുഴമ്പ് മേലൊക്കെ കാണില്ലേ, ആ സൈഡൊക്കെ അതാ ഒരൊറ്റ മാവുമ്മലാണ് ഈ മാങ്ങൊക്കെ ഉള്ളത്. അത് നിർത്തിയുള്ളൂ. മറ്റൊക്കെ പൂ നമ്മൾ പൊട്ടിച്ചലാണ്. കാരണം കുറച്ചും കൂടി
ഇപ്പൊ എത്ര ഹൈറ്റ് ഉണ്ടാവും? അത് 5 അടി 6 അടി ബുഷുണ്ട്, നല്ല കടവണ്ണുണ്ട്. അത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. സാധാ നമ്മൾ 800-ലും പൂട്ടുണ്ട്. ബ്ലാക്ക് ലീഫ് ആണ്. ആ ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ സാധനം തന്നെ, വെറൈറ്റി തന്നെ. വേറെ ആയതും ഇപ്പോൾ കായ്ച്ചിട്ടില്ല കേട്ടോ, നമ്മളത്തെ കായ്ച്ചിട്ടുള്ളൂ. നമ്മളിറക്കിയ പ്ലാന്റേ കായ്ച്ചിട്ടുള്ളൂ, നമ്മളെ മദർ പ്ലാന്റുകൾ അതേ കായ്ച്ചിട്ടുള്ളൂ. വൈറ്റ് കേട്ടോ, അതായത് സീഡ്ലെസ് വൈറ്റ്, ജപ്പാൻ പേര വൈറ്റ്. 2 നമ്മൾ നോൻപിനൊന്ന് അറുത്തതാട്ടോ. നല്ല വലുപ്പമുണ്ട്, കുഴപ്പമില്ല. ഇവിടെയൊക്കെ നിറച്ച് ഇതാ ഫുള്ള് കായ പിടിച്ച് കണ്ടില്ലേ, ഫുള്ള് ഇതൊക്കെ തന്നെ. ഇതെങ്ങനെ ഇതൊക്കെ ഈ സൈഡൊക്കെ കണ്ടോ, അതുകളൊക്കെ ഉണ്ട്. നമ്മൾ റെഡ് മക്കോ അല്ല, നമ്മൾ റെഡ് ശരിക്കും റെഡ് അറക്കാനാവുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ പൊട്ടിച്ചാണ്, റെഡും വൈറ്റും എന്നാ വെച്ചുകാണ്ട് പൊട്ടിച്ചാണ് നമ്മൾ. ശരിക്കും റെഡ് ഇറക്കാനായിട്ടില്ല കേട്ടോ. പിന്നെ അതാ റെഡിനപ്പോൾ കായ പിടിച്ച് ഇവിടക്കഥ കായ കണ്ടില്ലേ. എന്താ വെച്ചാൽ റെഡിന് ശരിക്കൊരു 35-30 അടിയിൽ, അതായത് ഓവർ ചൂട് പാടില്ല ഡിഗ്രി. അപ്പോൾ കുറച്ച് ചൂടിന് നമ്മൾ മഴക്കാലം, അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ടൈം എന്താ ചെയ്ത് ഒരു പച്ച നെറ്റ് കെട്ടി കൊടുക്കണമല്ല, ഇതിനെ തണലാക്കിക്കാണ്ട് കുറച്ച് ഓവർ ചൂടില്ലാതെ തണുപ്പിച്ചിനല്ല, എന്നാൽ പിന്നെ നല്ല കായപ്പിടുത്തുണ്ട് കേട്ടോ റെഡ്. അല്ല വേറെ പൊടിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല, നല്ല തണുപ്പുള്ള ഏരിയ നല്ലോണം കായ്ക്കും. നല്ല കളറാവണമുണ്ട്. അല്ലാതെ സെയിം ജപ്പാൻ പേര തന്നെയാണ്. പിന്നെ ചില ആൾക്കാരുടെ പറച്ചിൽ അവൻ്റെ അടുത്തുള്ളതാണ് ഒറിജിനൽ, അതല്ല. കാരണം അത് നല്ല തണുപ്പ് ഏരിയയിൽ ഉണ്ടായാൽ നല്ല കളറും നല്ല പൊത്ത് കിട്ടുന്നുണ്ട്, നല്ലോണം കായ പിടിക്കുന്നുണ്ട്. ആ സാധനം തന്നെ ഇപ്പോൾ ഇടുക്കിയിലും മറ്റോടത്തൊക്കെ ഉള്ള വലിയ ഇവിടെയൊക്കെ ഉള്ള സാധനം ഇങ്ങോട്ട് എത്തിയാൽ ഇവിടെ വെക്കുന്നുണ്ട് നമുക്ക് ഇതേ ലെവലിൽ തന്നെ കിട്ടുള്ളൂ. കാരണം കുറച്ചതിനെ ഇത് ചെയ്യണം, ചൂട് കുറച്ച് കിട്ടണം. നമ്മൾ ജപ്പാൻ പേര വൈറ്റ് തൂക്കം 598, 600 ഗ്രാം തന്നെ, ഒരു 598 കണ്ടോ. നമ്മളെ റെഡാണിത്. റെഡ് ഇത് ചെറുതാണ് കേട്ടോ, കാരണം 200 ഗ്രാമുള്ളൂ. അങ്ങനെ നമ്മളെ വൈറ്റ് ജപ്പാന് നല്ല മധുരം ഉണ്ടോ? സൂപ്പർ സാധനം കേട്ടോ. ഞാൻ പറഞ്ഞു ഇനിയൊരു 10-15 കൂടി പോക്കണം, ആയിട്ടില്ല, സംഗതി ആയിട്ടില്ല. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, സൂപ്പർ സാധനം. നമ്മൾ റെഡ് ശരിക്കും ആയിട്ടില്ല. നമ്മൾ ഇപ്പോൾ റെഡിൻ്റെ ഇത് കാണാൻ എപ്പോഴും പറയാൻ വേണ്ടി അർത്ഥമാണ്. കാരണം ചില ആൾക്കാർ പറയും ഓൻ്റെ അടുത്തുള്ള മാത്രം റെഡ് ഒറിജിനൽ ഫോട്ടോ സെറ്റാക്കി കണ്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ജപ്പാൻ പേര നമുക്ക് ഇല കണ്ടിട്ട് ആരുണ്ടോ ആര് എവിടെ നിന്ന് വാങ്ങിയാലും ജപ്പാൻ പേര തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. വൈറ്റിനെ അപേക്ഷിച്ച് മൂത്തൊക്കെ റെഡ് തന്നെ കേട്ടോ. മുതലൊക്കെ വൈറ്റ് ചാര, മധുരം റെഡാണ്. കുറച്ച് മൂത്തിലുണ്ട്.